തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തെ പോലെ ദൈവഹിതത്തിന് വിശ്വസ്തരായി ജീവിക്കുവാനും ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സാക്ഷികളാകുവാനും പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും വൈദികരെയും അൽമായരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധവും അക്രമവും മൂലം ദുരിതം അനുഭവിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലെയും മനുഷ്യർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മറിയം സമാധാനത്തിൻ്റെ രാജ്ഞിയായി അവരെ സംരക്ഷിക്കുവാനും സമാധാനത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുവാനും ഇടയാക്കണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. അമ്മമാർക്കും കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന എല്ലാ അമ്മമാരെയും കുടുംബങ്ങളെയും മറിയം തൻ്റെ മാതൃസ്നേഹത്താൽ അവരെ ശക്തിപ്പെടുത്തുകയും പ്രതിസന്ധികളിൽ പ്രത്യാശയും ധൈര്യവും നൽകുകയും ചെയ്യുന്ന അമ്മയായി കൂടെയുണ്ടാകുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. ദുഃഖിതർക്കും രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗം, ഏകാന്തത, ദാരിദ്ര്യം, വാർദ്ധക്യം, ദുഃഖം എന്നിവയിലൂടെ കടന്നുപോകുന്ന എല്ലാവരെയും മറിയത്തിൻ്റെ മാതൃപരിപാലനത്തിന് നമുക്ക് സമർപ്പിക്കാം. അവർക്ക് ആശ്വാസവും സൗഖ്യവും ഒറ്റപ്പെടാത്തതിൻ്റെ അനുഭവവും ലഭിക്കുവാൻ കനിവാകണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തങ്ങൾ വിശ്വസിക്കുന്ന നിയമസംഹിതയോട് ചേർന്ന് നിന്ന് നീതിയിലും സമാധാനത്തിലും സമത്വത്തിലും പ്രത്യാശയോടെ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഇടവകയെയും ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന എല്ലാ വിശ്വാസികളെയും മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് സമർപ്പിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും
ദൈവസ്നേഹവും സമാധാനവും ഐക്യവും വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ. പ്രാർത്ഥിപ്പൂ ഞാൻ ദൈവമേ, യാചിപ്പൂ ഞാൻ കേൾക്കണേ.